ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി കേട്ടോ. വണ്ടി ചെയിനിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നായിരുന്നത്. ചെയിനിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സസ്പെൻഷൻ ഒടിഞ്ഞു പോയിട്ടേ ഈ സെൻറ്ററിൽ വന്ന ഈ സസ്പെൻഷൻ ഒടിഞ്ഞു പോയിട്ട് ഓൾറെഡി ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണ്. പിന്നെ സസ്പെൻഷൻ കൂടെ ഓടിച്ചിട്ട് വണ്ടി ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നത്. ചെയിൻ സ്പോക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഐക്ക് മുമ്പ് തന്നെ ചെയിനിൻ്റെ പല്ലുകളൊക്കെ പോയി ഒരു അവസ്ഥയിൽ വണ്ടി ഓടിക്കിട്ടിരുന്നു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് അങ്ങനെ കിറ്റായിട്ട് മാറുന്നുണ്ട്. സസ്പെൻഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ. ഓൾറെഡി മൊത്തം ഒടിഞ്ഞു പോയിട്ട് അലൈൻമെൻറ്റും പോയി ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതേപോലെ ചെയിനിൻ്റെ പാഡ് മാറുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വീലിൻ്റെ റബ്ബറൊക്കെ ശരിക്കും മാറ്റിയിടേണ്ടതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം കാരണം അത് വെട്ടിച്ചുരുക്കണതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അവിടെ ഒഴിവാക്കിയേക്കാണ്. ശരിക്കും മാറുമ്പോൾ അതൊക്കെ കൂട്ടത്തിൽ മാറിപ്പോകേണ്ട സംഭവങ്ങളാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം അതവിടെ ഒഴിവാക്കിയേക്കാണ്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കയറ്റി അതൊക്കെ അയച്ച് മാറ്റാം. പിന്നെ ഈ സസ്പെൻഷൻ്റെ ഈ സെൻറ്ററിൽ വന്ന ബുഷുകൾ മാറണുണ്ട് കേട്ടോ. അതും പുതിയതും വരുമ്പോൾ ഉണ്ടാവില്ല, നമ്മൾ സെപ്പറേറ്റ് മേടിച്ചടിക്കണം. ബാക്കിലത്തെ സസ്പെൻഷൻ വരുമ്പോൾ 1170 രൂപയാണ് നമുക്ക് ഐറ്റത്തിൻ്റെ റേറ്റ് വരാം. ബുഷിന് ഒരെണ്ണം 42 രൂപ അടുത്ത് തന്നെ ഉണ്ട്. 2 ബുഷാണ് തന്നെ. ചെയിൻ സ്പോക്കറ്റ് 745 രൂപയാണ് ചെയിൻ സ്പോക്കറ്റ് തന്നെ കേട്ടോ. എല്ലാം കമ്പനി ജെനുവിൻ പാർട്സുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതൊക്കെയുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ബ്രേക്ക് ലൈനർ, വീൽ റബ്ബർ ഇതൊക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ കയറ്റി അഴിച്ച് മാറ്റി കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.